ഹലോ. അപ്പം ഞങ്ങളുടെ അവിടുത്തെ പൂരം തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ, 21 ദിവസത്തെ പൂരമാണ്. അപ്പം എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്. അപ്പം ഒരു ദിവസം ഗാനമേളയുള്ള ദിവസം ഞങ്ങൾ പോയതാണ്. അപ്പോൾ മോൻ ഉറങ്ങിയ കാരണം കൊണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഇവിടുന്ന് വേറെ ഏട്ടൻ്റെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ കൂടെയാണ് പോയത്. അവരുടെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. അപ്പോൾ മോൻ ഉറങ്ങിയ കാരണം അമ്പലത്തിൻ്റെ തിണ്ടിൽ ഞാൻ കുറച്ച് നേരം അവനെ പിടിച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഗാനമേളൊക്കെ കേൾക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ചാണ് കേട്ടോ. അപ്പം ചില ദിവസം ഏട്ടൻ ലോങ് ആയിട്ട് പോണ ദിവസം, അന്ന് ഏട്ടൻ വർക്കിന് ലോങ് ആയിട്ട് പോയിരിക്കുകയായിരുന്നു. പോണ ദിവസം ഇപ്പം ഞാനിങ്ങനെ ഇവരുടെ ബന്ധുക്കളുടെയൊക്കെ കൂടെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. ചിലപ്പം വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ മടിയൊക്കെ ഉണ്ടാവും, എനിക്ക് പേടിയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, അവരിവിടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും, നമ്മുടെ കൂട്ട് വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും ലോങ് ആയിട്ട് ഏട്ടൻ പോണ ദിവസം. അപ്പം ഞാൻ അമ്പലത്തിൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചാണ്, പണ്ടത്തെ എന്നെ ഞാൻ ആലോചിച്ചാണ്. എൻ്റെ പപ്പ നാട്ടിലേക്ക് പോകുമ്പം ഞാൻ, അമ്മ, പപ്പ, അനിയത്തി അവൾ ഹോസ്റ്റലിലായിരിക്കും. അപ്പം ഞങ്ങൾ വീട്ടിലൊറ്റയ്ക്കായിരിക്കും പപ്പ നാട്ടിലേക്ക് പോണ സമയത്ത്, ജോലിയുള്ള സമയത്ത്. അപ്പം ഞാനാണെങ്കിൽ ഭയങ്കര ധൈര്യവതിരെ പോലെ വൈകുന്നേരത്ത് വാതിലൊക്കെ അടച്ച് അമ്മ കിടന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ കിടന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വാലൊക്കെ അടച്ചിട്ട് പോയി കിടന്നുറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് വാലടച്ചിട്ടൊക്കെ പോകണം. ഭയങ്കര ബോൾഡായിട്ട് പോയിരുന്ന ഒരു എന്നെ ഞാൻ ആലോചിക്കണം. ഞാനല്ല ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്കിരിക്കാനൊക്കെ പേടിയാണ്. അപ്പോൾ എന്താ പറയുക, ആ അമ്പലത്തിൻ്റെ അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, യഥാർത്ഥത്തിൽ അത് എൻ്റെ ധൈര്യമായിരുന്നോ? അല്ല, യഥാർത്ഥത്തിൽ അമ്മ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യമായിരുന്നു എനിക്ക് അന്ന് ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ ഒറ്റയ്ക്ക് അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ വാലടിച്ചോളൂ, ഞാൻ വാലൊക്കെ അടച്ചു കിടന്നോളൂ എന്നൊക്കെ അമ്മേൻ്റെ റൂമിലേക്കൊക്കെ ആക്കാനൊക്കെ ഞാൻ അങ്ങനെ ഭയങ്കര ധൈര്യത്തിൽ അമ്മയ്ക്ക് ധൈര്യം കൊടുക്കണമെന്ന് നിൽക്കും. ആക്ച്വലി ഞാൻ അമ്മയ്ക്ക് ധൈര്യം കൊടുക്കുക ആയിരുന്നില്ല, അമ്മയുള്ള ധൈര്യത്തിൽ ഞാൻ അതൊക്കെ ചെയ്തതായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് എൻ്റെ തിരിച്ചറിവ് വരുന്നത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.